يا أيها الذين آمنوا خذوا حذركم فانفروا ثبات أو انفروا جميعا. അല്ലയോ സത്യവിശ്വാസികളെ, പ്രതിരോധത്തിൽ സദാ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ. അങ്ങനെ സന്ദർഭമനുസരിച്ച് ചെറുസംഘങ്ങളായോ ഒറ്റക്കെട്ടായോ ഗമിച്ചുകൊള്ളുവിൻ. ഉഹദിൽ മുസ്ലിങ്ങൾക്ക് ബാധിച്ച പരാജയത്തെ തുടർന്ന് മദീനയുടെ പരിസരവാസികളായ ശത്രുഗോത്രങ്ങൾക്ക് ധൈര്യവും അക്രമാസക്തിയും വർദ്ധിച്ച സാഹചര്യത്തെയാണ് ഈ സൂക്തം സൂചിപ്പിക്കുന്നത്. നാനാഭാഗത്തു നിന്നും അപകടങ്ങൾ മുസ്ലിങ്ങളെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പലതരം അനിഷ്ട വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. മുസ്ലിങ്ങളോടുള്ള ഈ ഗോത്രത്തിന്റെ നിലപാട് മാറുന്നു. ഈ ഗോത്രം ശത്രുതയിലേക്ക് നീങ്ങുന്നു. ഇന്ന സ്ഥലത്ത് ആക്രമണ സന്നാഹങ്ങൾ നടക്കുന്നു എന്നൊക്കെ. മറ്റു ചതിപ്രയോഗങ്ങളും നിരന്തരം നടന്നിരുന്നു. മതപ്രബോധകന്മാരെ ക്ഷണിച്ചുകൊണ്ടുപോയി ചതിയിൽ വധിച്ചു കളയുന്നത് പലപ്പോഴും സംഭവിച്ചു. മദീനയുടെ അതിർത്തിക്കപ്പുറം മുസൽമാന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമുണ്ടായിരുന്നില്ല. ഈ പരിതാവസ്ഥയിൽ വമ്പിച്ച ത്യാഗത്തിനും കഠിനാധ്വാനത്തിനും തയ്യാറാവേണ്ടത് മുസ്ലിങ്ങളുടെ ഒഴിച്ചുകൂടാത്ത കർത്തവ്യമായി തീർന്നു. ആസന്നമായ അപകടങ്ങളിൽ നിന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ അതുമാത്രമേ പോംവഴിയുണ്ടായിരുന്നുള്ളൂ. وَإِنَّ مِنكُمْ لَمَن لَّيُبَطِّئَنَّ فَإِنْ أَصَابَتْكُم مُّصِيبَةٌ قَالَ قَدْ أَنْعَمَ اللَّهُ عَلَيَّ إِذْ لَمْ أَكُن مَّعَهُمْ شَهِيدًا. പടയിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലർ തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് വല്ല അപായവും പറ്റിയാൽ അവൻ പറയുന്നു, അല്ലാഹു എനിക്ക് വലുതായ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, എന്തെന്നാൽ ഞാൻ അവരോടൊപ്പം പോയില്ലല്ലോ. സ്വയം ഒഴിഞ്ഞുമാറുക എന്നതിനു പുറമെ മറ്റുള്ളവരുടെ മനോവീര്യം കെടുത്തി അവരെയും പ്രതിരോധ നടപടികളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നും ഇവിടെ അർത്ഥമാക്കാം. وَلَئِنْ أَصَابَكُمْ فَضْلٌ مِّنَ اللَّهِ لَيَقُولَنَّ كَأَن لَّمْ تَكُن بَيْنَكُمْ وَبَيْنَهُ مَوَدَّةٌ يَا لَيْتَنِي كُنتُ مَعَهُمْ فَأَفُوزَ فَوْزًا عَظِيمًا. അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചാലോ അവനും നിങ്ങളും തമ്മിൽ ഒരു മൈത്രിയും ഉണ്ടായിട്ടേയില്ലാത്ത പോലെ അവൻ പറയും, ഹാ കഷ്ടം, ഞാനും അവരോടൊപ്പമുണ്ടായിരുന്നുവെങ്കിൽ വലിയ നേട്ടമായിരുന്നുവല്ലോ. فَلْيُقَاتِلْ فِي سَبِيلِ اللَّهِ الَّذِينَ يَشْرُونَ الْحَيَاةَ الدُّنْيَا بِالْآخِرَةِ وَمَن يُقَاتِلْ فِي سَبِيلِ اللَّهِ فَيُقْتَلْ أَوْ يَغْلِبْ فَسَوْفَ نُؤْتِيهِ أَجْرًا عَظِيمًا. ഇത്തരം ആളുകൾ അറിഞ്ഞിരിക്കട്ടെ, പരലോകത്തിനു വേണ്ടി ഭൗതിക ജീവിതത്തെ വിൽപ്പന നടത്തിയിട്ടുള്ളവർ ദൈവിക സരണിയിൽ പോരാടേണ്ടതാകുന്നു. ദൈവിക സരണിയിൽ സമരം ചെയ്ത് വധിക്കപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുന്നവന് നാം അതിമഹത്തായ പ്രതിഫലം നൽകുന്നതാകുന്നു. ഇഹലോക സുഖങ്ങൾ ആശിച്ച് നടക്കുന്നവരുടെ ജോലിയല്ല ദൈവമാർഗത്തിലുള്ള സമരമെന്നർത്ഥം. അല്ലാഹുവിന്റെ പ്രീതിയെ മാത്രം ലക്ഷ്യമായി അംഗീകരിക്കുകയും അല്ലാഹുവിലും പരലോകത്തിലും പരിപൂർണമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ ജോലി അത്രയത്. ഇഹലോക വിജയത്തിനും ഐഹിക സുഖമോഹങ്ങൾക്കുമുള്ള എല്ലാ സാധ്യതകളെയും ഭൗതികമായ എല്ലാ താൽപര്യങ്ങളെയും ദൈവപ്രീതിയും പരലോകമോക്ഷവും കൈവരുമെന്ന ഏക പ്രതീക്ഷ കാരണം പരിത്യജിക്കാൻ അവർ തയ്യാറായിരിക്കും. തങ്ങളുടെ ത്യാഗങ്ങൾ പരലോകത്തൊരിക്കലും നഷ്ടപ്പെടുകയില്ലെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഐഹിക താൽപര്യത്തിന് സർവപ്രാധാന്യം കൽപ്പിക്കുന്ന ഭൗതികന്മാരാകട്ടെ ദൈവമാർഗത്തിലുള്ള സമരത്തിന് ഒരിക്കലും സന്നദ്ധരാവുകയില്ല. وَمَا لَكُمْ لَا تُقَاتِلُونَ فِي سَبِيلِ اللَّهِ وَالْمُسْتَضْعَفِينَ مِنَ الرِّجَالِ وَالنِّسَاءِ وَالْوِلْدَانِ الَّذِينَ يَقُولُونَ رَبَّنَا أَخْرِجْنَا مِنْ هَذِهِ الْقَرْيَةِ الظَّالِمِ أَهْلُهَا
واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. പീഡിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാതിരിക്കുന്നതിന് എന്തുണ്ട് ന്യായം? ആ ജനമോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നാഥ, മർദ്ദകർ വസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് ഒരു രക്ഷകനെ നിയോഗിച്ചു തരേണമേ. നീ ഞങ്ങൾക്ക് ഒരു സഹായിയെ നിയോഗിച്ചു തരേണമേ. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ മർദ്ദനം അനുഭവിക്കുന്നുവെങ്കിലും ഹിജ്റ പോവാൻ കഴിവില്ലാത്ത മക്കയിലെയും മറ്റു പ്രദേശങ്ങളിലെയും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമായ അവശവിഭാഗങ്ങളെയാണ് ഈ സൂക്തം ചൂണ്ടിക്കാട്ടുന്നത്. അവർ നാനാതരം മർദ്ദനങ്ങൾക്ക് വിധേയമായിരുന്നു. ശത്രുക്കളുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷിക്കാനായി അവർ സദാ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. സത്യവിശ്വാസം ഉൾക്കൊണ്ടവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നു. സത്യനിഷേധം കൈക്കൊണ്ടവരോ ത്വാഊത്തിന്റെ മാർഗത്തിലും പോരാടുന്നു. അതിനാൽ സാത്താന്റെ മിത്രങ്ങളോട് നിങ്ങൾ പോരാടുവിൻ. അറിഞ്ഞിരിക്കുവിൻ, സാത്താന്റെ തന്ത്രം സത്യത്തിൽ അതീവ ദുർബലമാകുന്നു. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ദീൻ നിലനിൽക്കണമെന്ന സതുദ്ദേശത്തോടെ യുദ്ധം ചെയ്യുക എന്നതാണ് സത്യവിശ്വാസികളുടെ ധർമ്മം. യഥാർത്ഥ വിശ്വാസികൾ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറുന്നതല്ല. ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവധിക്കാരികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ത്വാഊത്തിന്റെ മാർഗത്തിലാണ് അവിശ്വാസികൾ സമരം ചെയ്യുന്നത്. സത്യവിശ്വാസികളായ ആരും അതിന് സന്നദ്ധരാവുകയില്ല. ഇത് അള്ളാഹുവിന്റെ ഖണ്ഡിതമായ പ്രഖ്യാപനമാണ്. ശൈത്വാനും അവന്റെ സഹകാരികളും വലിയ സന്നാഹങ്ങളോടുകൂടി പുറപ്പെടുന്നതായി തോന്നാം. വളരെ വലിയ അടവുകളും തന്ത്രങ്ങളും അവർ പ്രയോഗിക്കും. എന്നാൽ അതിനെക്കുറിച്ചൊന്നും യഥാർത്ഥ ദൈവവിശ്വാസികൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം അവയുടെ എല്ലാം പരിണാമം പരാജയം മാത്രമായിരിക്കും. ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. സംഘട്ടനമുണ്ടാക്കാതെ കൈകൾ അടക്കിവെക്കുവിൻ. നമസ്കാരം നിലനിർത്തുവിൻ. സക്കാത്ത് നൽകുവിൻ എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന ജനത്തെ നീ കണ്ടില്ലയോ? ഇപ്പോൾ പോരാട്ടം വിധിച്ചപ്പോഴോ അവരിലൊരു വിഭാഗമതാ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ അല്ലെങ്കിൽ അതിലധികമായി ജനങ്ങളെ ഭയപ്പെടുന്നു. അവർ പറയുന്നു, റബ്ബേ, ഞങ്ങൾക്ക് യുദ്ധം വിധിച്ചതെന്തിന്? കുറച്ചുകൂടി അവസരം ഞങ്ങൾക്ക് തന്നുകൂടെ? അവരോട് പറയുക, ലൗകിക വിഭവങ്ങൾ തുച്ഛമാകുന്നു. പരലോകമത്രേ ദൈവഭയമുള്ളവന് ഏറെ ഉത്കൃഷ്ടം. നിങ്ങളോട് തരിമ്പും അനീതി ചെയ്യപ്പെടുകയില്ല. ഈ സൂക്തത്തിന് 3 വിധം അർത്ഥം നൽകാം. 3 ശരിയുമാണ്. 1. ജനങ്ങൾ മുമ്പ് യുദ്ധത്തിന് വെമ്പൽ കൊണ്ടിരുന്നു. അവർ അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾ ദ്രോഹിക്കപ്പെടുകയാണ്, ഞങ്ങളെ ശകാരിക്കുന്നു, മർദ്ദിക്കുന്നു, തെറി പറയുന്നു. ഇതിനൊന്നും പ്രതികാരം ചെയ്യാതെ എത്ര കാലമാണ് ഞങ്ങൾ ക്ഷമിക്കുക? ഞങ്ങളെ പകരം ചോദിക്കാൻ അനുവദിക്കുക. അന്ന് അവരോടുള്ള ദൈവശാസന ക്ഷമിക്കുക, നമസ്കാരവും സക്കാത്തും അനുഷ്ഠിക്കുക, അങ്ങനെ ആത്മസംസ്കരണം സാധിക്കുക എന്നതായിരുന്നു. ഈ ശാസന അവർക്ക് വലിയ ഭാരമായി തോന്നി, സഹിക്കാനും പൊറുക്കാനും പ്രയാസമായി. എന്നാൽ ഇന്ന്
യുദ്ധത്തിനുള്ള ആജ്ഞ ലഭിച്ചപ്പോൾ അവരിൽ ഒരു വിഭാഗം ശത്രുസന്നാഹങ്ങളും യുദ്ധഭീഷണിയും കണ്ട് ഭയവിഹ്വലരായി ചൂളുകയാണ്. രണ്ടാമത്തെ അർത്ഥം, നമസ്കാരം, സക്കാത്ത് മുതലായ ദൈവശാസനകൾ വന്നുകൊണ്ടിരിക്കുകയും യുദ്ധത്തിന്റെ പ്രശ്നമേ മുമ്പിൽ വരാതിരിക്കുകയും ചെയ്തിരുന്ന കാലത്ത് ഈ ജനങ്ങൾ വലിയ മതഭക്തരായിരുന്നു. എന്നാൽ സത്യത്തെ ചൊല്ലി ജീവാർപ്പണം ചെയ്യേണ്ട ഘട്ടം ആസന്നമായതോടെ അവർ വിഹ്വലരായിത്തീർന്നു. മൂന്നാമതായി, മുമ്പ് കവർച്ചയും കൊള്ളയും സ്വാർത്ഥപരമായ യുദ്ധങ്ങളും നിത്യത്തൊഴിലാക്കിയ ജനതയായിരുന്നു ഇവർ. വാൾ ഉറയിലിട്ട നേരമില്ല. രാവും പകലും യുദ്ധവും രക്തച്ചൊരിച്ചിലും തന്നെ. അന്ന് അവരോട് ചോര ചിന്താതെ കൈകൾ അടക്കിവെക്കാനും നമസ്കാരം, സക്കാത്ത് മുതലായ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ആത്മസംയമനം നേടാനും നിർദ്ദേശിച്ചു. ഇപ്പോൾ ദൈവത്തിന്റെ പേരിൽ വാളെടുക്കാൻ കൽപ്പന വന്നിരിക്കുകയാണ്. അപ്പോഴാകട്ടെ സ്വന്തം കാര്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നതിൽ ഊറ്റം കൊണ്ടിരുന്നവർ ഭീരുക്കളായി മാറിയിരിക്കുന്നു. സ്വേച്ഛയുടെയും പിശാചിന്റെയും മാർഗത്തിൽ വാളേന്തിയ കരങ്ങൾ ഇപ്പോഴിതാ ദൈവമാർഗത്തിൽ കുഴഞ്ഞു പോവുകയാണ്. ഈ 3 വ്യാഖ്യാനങ്ങൾ 3 തരം ജനങ്ങളെയാണ് ചിത്രീകരിക്കുന്നത്. 3 അർത്ഥവും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന സമഗ്രമായ വാക്കുകളാണ് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിനു വേണ്ടി ത്യാഗവും സേവനവും അനുഷ്ഠിച്ചാൽ അതിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ ലഭിക്കുമെന്നാണ് സൂക്താന്ത്യത്തിലെ നിങ്ങളോട് തരിമ്പും അനീതി ചെയ്യപ്പെടുന്നതല്ല എന്ന വാക്യത്തിന്റെ താൽപര്യം. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا. മരണമാകട്ടെ എവിടെയായിരുന്നാലും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര സുഭദ്രമായ കോട്ടകളിലായിരുന്നാലും വല്ല നേട്ടവുമുണ്ടാകുമ്പോൾ അവർ പറയുന്നു, ഇത് അല്ലാഹുവിങ്കൽ നിന്നാകുന്നു. കോട്ടമുണ്ടാകുമ്പോഴോ പറയുന്നു, ഹേ പ്രവാചക, ഇത് നീ കാരണമുണ്ടായതാണ്. പറയുക, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നു തന്നെയുള്ളതാകുന്നു. ഇവർക്കെന്തുപറ്റി? ഒരു കാര്യവും ഇവർ ശരിക്കും മനസ്സിലാക്കുന്നില്ലല്ലോ. യുദ്ധത്തിൽ വിജയവും സമ്പത്തും കൈവരുമ്പോൾ അതെല്ലാം ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് അവർ പറയും. അപ്പോൾ ഈ ദൈവാനുഗ്രഹം പ്രവാചകൻ വഴിക്കാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന പരമാർത്ഥം മനഃപൂർവ്വം വിസ്മരിച്ചു കളയും. എന്നാൽ തങ്ങളുടെ തന്നെ അബദ്ധനയവും ദൗർബല്യവും കാരണമായി പരാജയം നേരിടുമ്പോൾ അതിന് പ്രവാചകനെ കുറ്റപ്പെടുത്തുകയും ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും ചെയ്യും. ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا. മനുഷ്യ, നിനക്ക് ലഭിക്കുന്ന ഏതൊരു നന്മയും അല്ലാഹുവിന്റെ ഔദാര്യത്താൽ ലഭിക്കുന്നതാകുന്നു. നിന്നെ ബാധിക്കുന്ന തിന്മയോ അതു നിന്റെ കർമ്മഫലമായും ലഭിക്കുന്നതാകുന്നു. അല്ലയോ മുഹമ്മദ്, നാം നിന്നെ ജനങ്ങൾക്കു വേണ്ടി ദൈവദൂതനായി അയച്ചിരിക്കുന്നു. അതിന് അല്ലാഹുവിന്റെ സാക്ഷ്യം തന്നെ മതിയായതാകുന്നു. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا. ദൈവദൂതനെ അനുസരിക്കുന്നവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വല്ലവരും പിന്തിരിഞ്ഞു പോയാലോ നിന്നെ അവരുടെ കാവൽക്കാരനായിട്ടൊന്നും നാം നിയോഗിച്ചിട്ടില്ല. അവരുടെ കർമ്മത്തിന് അവർ തന്നെയാണ് ഉത്തരവാദികൾ. അവരുടെ ചെയ്തികളെക്കുറിച്ച് നിന്നെ ചോദ്യം ചെയ്യുന്നതല്ല. അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജനങ്ങൾക്കെത്തിച്ചു കൊടുക്കാൻ മാത്രമാണ് ദൈവദൂതൻ ഉത്തരവാദപ്പെട്ടിട്ടുള്ളത്. അത് അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്. ജനങ്ങളെ ബലം പ്രയോഗിച്ച് സത്യത്തിൽ നയിക്കുക എന്നത് പ്രവാചകന്റെ ജോലിയല്ല.
പ്രവാചകൻ പ്രബോധനം ചെയ്ത ദൈവനിർദ്ദേശത്തെ ജനങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും അതിനുത്തരവാദിയല്ല. ജനങ്ങൾ എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്ന് പ്രവാചകനോട് ചോദിക്കുകയുമില്ല. يا أيها